ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കറിയാം, മാർച്ച് 5-ന് 10ാം തരം പരീക്ഷ തുടങ്ങുകയാണ്. 2026 മാർച്ച് 5-ന്. അതിൽ ഗൾഫിലെ SSLC പരീക്ഷ മാറ്റിവെച്ചിട്ടുണ്ട്. ഗൾഫിലുണ്ടായ അടുത്ത ദിവസങ്ങളിലുണ്ടായ സംഭവ വികാസങ്ങളെ തുടർന്ന് ഗൾഫിലെ പരീക്ഷ മാറ്റിവെച്ചു. എന്നാൽ നമുക്ക് കേരളത്തിലെ പരീക്ഷകൾ, SSLC പരീക്ഷകൾ മാർച്ച് 5-ന് തന്നെ നടക്കും. അത് മാറ്റിവെക്കില്ല എന്ന വിവരമാണ് പറയാനുള്ളത്. സാധാരണഗതിയിൽ ഗൾഫിലെയും ലക്ഷദ്വീപിലെയും ഒക്കെ പരീക്ഷ, അവിടെയൊക്കെ പരീക്ഷാ സെന്ററുകളുണ്ട്, ഗൾഫിലും ലക്ഷദ്വീപിലും ഒക്കെ. അത് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് അധ്യാപകർ വിസയൊക്കെ എടുത്ത് പോയിട്ടാണ് അവിടെ പരീക്ഷ നടത്തി തിരിച്ചു വരുന്നത്. ഇത് ഇത്രയും സെന്റർ, കേരളം, ലക്ഷദ്വീപ്, ഗൾഫ്, ഇത്രയും പരീക്ഷ സെന്ററുകളാണ് നമുക്കുള്ളത്. അതിൽ ഗൾഫിലെ സെന്റർ മാത്രമാണ്, പരീക്ഷ മാത്രമാണ് മാറ്റിവെച്ചിട്ടുള്ളത്. അവർക്ക് വേണ്ടി പിന്നീട് പ്രത്യേക പരീക്ഷ നടത്തും. അപ്പോൾ ഈ പരീക്ഷ മാർച്ച് 5-ന് തുടങ്ങുന്ന പരീക്ഷ എങ്ങനെ എഴുതണം എന്ന് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു തരികയാണ്. കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. രക്ഷിതാക്കൾ ഇത് കേൾക്കുക, കേട്ടിട്ട് അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇത് പറഞ്ഞ് നിങ്ങൾ ഇതിനകത്ത് ഞാൻ പറയുന്ന മുഴുവൻ കാര്യങ്ങളും കേൾക്കണം. പിന്നെ കേട്ട് അതിനാവശ്യമായ രീതിയിൽ നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അതുകൊണ്ട് കൂടുതൽ ഗുണമുണ്ടാവും. നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് എഴുതുന്ന കാര്യങ്ങളിലൊക്കെ അവ്യക്തത ഉണ്ടാവും. അതൊക്കെ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കേട്ട് കഴിയുമ്പോൾ മാറിക്കിട്ടും. നമുക്കറിയാം, പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിർബന്ധമായിട്ടും വേണ്ടത് ഹോൾ ടിക്കറ്റും പേനുകളുമാണ്. ഒന്നിൽ കൂടുതൽ പേനകൾ എപ്പോഴും ഉണ്ടാവുന്നതാണ് നല്ലത്. ഹോൾ ടിക്കറ്റ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിർബന്ധമാണ്. ഓൾറെഡി നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഇനി അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഹോൾ ടിക്കറ്റ് മറന്നുപോയാലും കുട്ടികൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഹോൾ ടിക്കറ്റ് നിങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറന്നുപോയി, എടുക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങളുടെ ഹെഡ് മാസ്റ്റർ അവിടെ പരീക്ഷാ സെന്ററിൽ ഉണ്ടാവും. ഓരോ സ്കൂളിലെയും ഹെഡ് മാസ്റ്റർമാരാണ് ചീഫ് സൂപ്രണ്ടുമാരായിട്ട്. അപ്പോൾ അവർ നിങ്ങൾക്ക് ഒന്നുകിൽ പുതിയ പ്രിന്റ് എടുത്തിട്ട് തരും, ഹോൾ ടിക്കറ്റിന്റെ പുതിയ പ്രിന്റ് എടുത്ത് തരും. അല്ലെങ്കിൽ പേരും രജിസ്റ്റർ നമ്പറും ഒരു വെള്ള പേപ്പറിൽ എഴുതിയിട്ട് ഹെഡ് മാസ്റ്റർ ഒപ്പിട്ട് തരും. അവിടെ നിങ്ങൾ ക്ലാസ് റൂമിൽ അതുമായിട്ട് പോയാൽ മതി. ക്ലാസ് റൂമിൽ വരുന്ന അധ്യാപകരെ അത് കാണിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പരീക്ഷ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പരീക്ഷ നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ മറക്കുക അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോവുക എന്നൊക്കെ പറയുന്നത് ഈ മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊക്കെ നമുക്ക് മറ്റു മാർഗങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇക്കാര്യങ്ങളിലൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. വളരെ നന്നായിട്ട് പരീക്ഷ എഴുതിയാൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. മറ്റൊന്ന്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഒരു കുട്ടിയുടെ എല്ലാ സഹായവും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, പരീക്ഷ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അതിനുള്ള ബുദ്ധിമുട്ടുകളിലൊക്കെ തന്നെ എല്ലാ സഹായവും നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നമ്മൾ പരീക്ഷയുടെ 2 ദിവസം മുമ്പ് ഒരു കുട്ടിക്ക് ഒരു ഫ്രാക്ചർ ഉണ്ടായി, കൈക്ക്. പരീക്ഷ എഴുതുന്ന കൈക്ക് ഫ്രാക്ചർ ഉണ്ടായി, അല്ലെങ്കിൽ കൈക്ക് ഒരു ഒടിവ് സംഭവിച്ചു. ദയവായി അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എങ്കിൽ പോലും ഒരു സാഹചര്യം വന്നാൽ ഞാൻ പറയുകയാണ്. അപ്പം നിങ്ങൾ അങ്ങനെ വന്നാൽ നിങ്ങൾ അതിൻ്റെ ഡോക്ടറെ കാണും. ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ബന്ധപ്പെട്ട സ്കൂളിലെ ഹെഡ് മാസ്റ്റർ മുഖാന്തരം DOയ്ക്ക് ഒരു അപേക്ഷ കൊടുത്താൽ നമുക്ക് അതിനുവേണ്ടി സ്ക്രൈബിനെ അനുവദിച്ചു കിട്ടും. പരീക്ഷ എഴുതാൻ വേണ്ടി മറ്റൊരു കുട്ടിയെ അനുവദിച്ചു കിട്ടും ഉടൻ. അത് 9ാം ക്ലാസ്സിലെ കുട്ടിയായിരിക്കും. 10ാം ക്ലാസ്സിലെ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി 9ാം ക്ലാസ്സിലെ കുട്ടി സ്ക്രൈബായിട്ട് വരും. അതെങ്ങനെയാ അതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കൈക്ക് ബുദ്ധിമുട്ട് വന്ന കുട്ടി പിന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ സ്ക്രൈബായി വരുന്ന കുട്ടിയോട് പറഞ്ഞു കൊടുക്കും. ആ വരുന്ന കുട്ടി നമ്മൾക്ക് വേണ്ടിയിട്ട്, ഈ കൈക്ക് ബുദ്ധിമുട്ട് വന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് പേപ്പറിൽ പരീക്ഷ എഴുതും. അപ്പൊ കുട്ടി പരീക്ഷ എഴുതണ്ട, പക്ഷെ ചോദ്യവും ഉത്തരവും എല്ലാം കുട്ടി വായിച്ച് മനസ്സിലാക്കി ഉത്തരങ്ങൾ ഈ എഴുതാൻ വന്ന കുട്ടിക്ക്
പറഞ്ഞു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള സംവിധാനങ്ങളും ഒക്കെ നമ്മൾ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കിട്ടും. ഏത് പിന്നെ ബുദ്ധിമുട്ട് വന്നാലും നിങ്ങളുടെ ഹെഡ് മാസ്റ്ററുമായിട്ട് സംസാരിച്ച് ഇതിനൊക്കെ പരിഹാരമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഈ 10ാം ക്ലാസ്സിന്റെ ഫ്രണ്ട് പേജ് പൂരിപ്പിക്കലൊക്കെ നിങ്ങൾ മോഡൽ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞതാണ്. ഞാനിപ്പോൾ ഫ്രണ്ട് പേജിന്റെ ഒരു സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ എഴുതാനൊന്നുമില്ല. നെയിം ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഏത് പരീക്ഷയുടെ പേരാണ്. അത് SSLC എക്സാമിനേഷൻ എന്നാണ് ഒന്ന്. അല്ലെങ്കിൽ ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ ഇതോടൊപ്പം നടക്കുന്നുണ്ട്. അപ്പൊ THSLC ആണെങ്കിൽ അങ്ങനെ അതിൽ ഏതാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. നിങ്ങൾ ഓർമ്മിക്കുക, ഈ പേജിന്റെ വലതുഭാഗത്ത് ടോട്ടൽ അഡീഷണൽ ഷീറ്റ് യൂസ്ഡ് എന്നൊരു കോളവും കൂടി കാണുന്നുണ്ട് മുകളിൽ. നിങ്ങൾ എത്ര അഡീഷണൽ ഷീറ്റ് ഉപയോഗിച്ചു എന്നാണ് ചോദ്യം, പേജ് അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ അഡീഷണൽ ഷീറ്റിന്റെ എണ്ണം എഴുതുന്ന സമയത്ത് നിങ്ങൾ ഈ മെയിൻ ഷീറ്റ് ഒഴിവാക്കിയിട്ടുള്ള ബാക്കി എണ്ണമാണ് എഴുതേണ്ടത്. മെയിൻ ഷീറ്റ് ഒരു ഷീറ്റായിട്ട് കൂട്ടണ്ട. മെയിൻ ഷീറ്റിന് പുറമെ അഡീഷണൽ ഷീറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അഡീഷണൽ ഷീറ്റിന്റെ എണ്ണം മാത്രമാണ് അവിടെ എഴുതേണ്ടത്. രണ്ടാമത്തത് സബ്ജക്റ്റ് ആണ്, വിഷയം. കണ്ടില്ലേ, പരീക്ഷയുടെ പേര് എഴുതി കഴിഞ്ഞാൽ സബ്ജക്റ്റ് മലയാളം അല്ലെ അറബിക് ആണെങ്കിൽ അങ്ങനെ, അല്ല ഫിസിക്സ് ആണെങ്കിൽ അത്, ഏതാണ് വിഷയം എന്ന് എഴുതിയാൽ മതി. പിന്നെ പേപ്പർ 1, 2 എന്നുണ്ട്. പേപ്പർ ഉള്ളതിനാണെങ്കിൽ മലയാളം ഫസ്റ്റ് സെക്കൻഡും ആണെങ്കിൽ അങ്ങനെ എഴുതുക, മലയാളം ഫസ്റ്റ് സെക്കൻഡ് ആ രീതിയിൽ എഴുതുക. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ കണ്ടല്ലോ, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ. അവിടെ പരീക്ഷയുടെ തീയതി, അതായത് ആദ്യത്തെ ലാംഗ്വേജ് ആണെങ്കിൽ 5/3 എന്ന് എഴുതുക. അടുത്ത ദിവസം മാറുന്നു, ആ ദിവസത്തെ തീയതിയാണ് എഴുതേണ്ടത്. ഏറ്റവും താഴെ ഇനി ബാക്കിയുള്ള കോളങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. 1 മുതൽ 45 വരെ കോളങ്ങൾ കണ്ടിട്ടുള്ള ചെറിയ ചെറിയ കോളങ്ങൾ ഇട്ടിട്ടുണ്ട് ഈ ഷീറ്റിൽ. ആ കോളങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പേപ്പർ നോക്കുന്ന അവസരത്തിൽ മാർക്ക് ഇടാനുള്ളതാണ്. അധ്യാപകർ ഈ പരീക്ഷയ്ക്ക് കഴിഞ്ഞ് ഈ ഉത്തര പേപ്പറുകൾ നോക്കുന്ന സന്ദർഭത്തിൽ മാർക്ക് ഇടാനുള്ളതാണ് ഈ കോളങ്ങൾ. അതുകൊണ്ട് അതിൽ നമ്മളിപ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി താഴെ രജിസ്റ്റർ നമ്പർ ഇൻ ഫിഗേഴ്സ് ആൻഡ് വേർഡ്സ് കണ്ടല്ലോ. രജിസ്റ്റർ നമ്പർ ഇൻ ഫിഗേഴ്സ് എന്ന് പറയുന്ന 6 അക്കങ്ങളുള്ള 1, 2, 3, 4, 5, 6, 7, 8 അക്കങ്ങളുള്ള കോളമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പക്ഷെ നമ്മളെ പരീക്ഷയിൽ 8 അക്കങ്ങൾ വരുന്നില്ല. രജിസ്റ്റർ നമ്പറിന് 6 അക്കങ്ങൾ മാത്രമാണ് നമുക്ക് വരുന്നത്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ 6 അക്കത്തിലെ കോളത്തിൽ എഴുതിയാൽ മതി. തൊട്ട് താഴെ വാക്കുകളിലും എഴുതണം, അക്ഷരത്തിൽ എഴുതണം. ആദ്യം അക്കത്തിൽ എഴുതുക, രണ്ടാമത് അക്ഷരത്തിൽ എഴുതുക. ഡേറ്റ് സിഗ്നേച്ചർ ഓഫ് ദി ഇൻവിജിലേറ്റഡ്, അധ്യാപകന്റെ ഒപ്പ്, തീയതിയോടുകൂടിയ ഒപ്പ് അധ്യാപകൻ ഇടുന്നതാണ് അവസാനത്തെ കോളം. കോഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡേറ്റഡ് സിഗ്നേച്ചർ ഓഫ് ദി ഇൻവിജിലേറ്റർ എന്ന് പറയുന്നത് അദ്ദേഹം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതിയത് ശരിയാണോ എന്ന് പരിശോധിച്ച് ഒപ്പിടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ക്ലാസ് റൂമിൽ വരുന്ന അധ്യാപകനാണ് ഇൻവിജിലേറ്റർ. അദ്ദേഹം നിങ്ങൾ എഴുതിയ രജിസ്റ്റർ നമ്പർ ശരിയാണോ എന്ന് ഒരിക്കൽ കൂടി പരിശോധിച്ച് അവിടെ ഡേറ്റഡ് സിഗ്നേച്ചർ ഇടും എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതെങ്കിലും കാരണവശാൽ നമ്മൾ എഴുതിയ ഒരു അക്കം തെറ്റിപ്പോയാൽ അത് വെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ എഴുതിയാൽ മതി. അതിനുശേഷം ഈ ഇൻവിജിലേറ്റർ അവിടെ കൂടി ഒന്ന് ഇനീഷ്യൽ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അതിന് കുഴപ്പമില്ല. പിന്നെ ഒരു തെറ്റ് ശരിയാക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും കറുപ്പിച്ച് ഒന്നും മനസ്സിലാകാത്ത രീതിയിലാക്കുന്നതിനേക്കാൾ നല്ലത് അത് വെട്ടിയിട്ട് മുകളിൽ എഴുതിയാൽ മതി. ഇനി അടുത്തത് പറയാനുള്ളത്, കൂൾ ഓഫ് ടൈമിൽ ചോദ്യങ്ങൾ മനസ്സിരുത്തി വായിക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പാറ്റേൺ പ്രത്യേകിച്ച് മാറിയിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ പരീക്ഷയാണ് ഇത്, ശരിക്കും പബ്ലിക് എക്സാം. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ചിലപ്പോൾ കുട്ടികൾക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ ഇത് ശരിയാവാത്ത, മനസ്സിലാവാത്ത ക്വസ്റ്റ്യനുകൾ, പ്രശ്നമുള്ള ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചപ്പോൾ ഒരു പിടുത്തം കിട്ടിയില്ല. അപ്പോൾ വീണ്ടും അത് ഒരു തവണയും കൂടി വായിക്കുമ്പോൾ നമ്മൾ ഒരു ധാരണ വരും, നമ്മൾ ഉത്തരത്തിലേക്ക് എത്തും. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിരുത്തി വായിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം. ഇനി ഓരോ അരമണിക്കൂർ കഴിയുമ്പോഴും നമുക്ക് ബെല്ലടിക്കും. അത് കുട്ടികൾക്ക് സമയത്തെ പറ്റി ഒരു ധാരണ ഉണ്ടാവാൻ വേണ്ടിയാണ് ഈ ബെല്ല് അടിക്കുന്നത്.
നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അഡീഷണൽ ഷീറ്റ് വാങ്ങുന്ന അവസരത്തിൽ നമ്മൾ കുട്ടികൾ എന്ത് ചെയ്താൽ മതി? അഡീഷൻ ഷീറ്റ് വാങ്ങുമ്പോൾ ഒന്നും നമുക്ക് സമയം നഷ്ടപ്പെട്ടുകൂടാ. ഒന്നുകിൽ കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, ഇരിക്കുന്നിടത്ത് നിന്ന് കൈ പൊക്കിയാൽ മതി. ആ കൈപൊക്ക് ഒന്നുകിൽ എഴുന്നേറ്റ് നിൽക്കുക, അല്ലെങ്കിൽ കൈപൊക്കുക. ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് അപ്പോൾ പേപ്പർ അവിടെ കിട്ടണം. അതാണ് ശരിക്കും പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ യാതൊരു കാരണവശാലും നിങ്ങൾ മുൻപ് നിങ്ങളുടെ മുൻഭാഗത്ത് അധ്യാപകൻ ഇരിക്കുവാണെങ്കിൽ ആ ഇരിക്കുന്നിടത്ത് പോയിട്ട് പേപ്പർ എടുക്കാൻ ഒരു കുട്ടിയും നിൽക്കണ്ട. അങ്ങനെയില്ല. അധ്യാപകൻ കുട്ടികളുടെ അടുത്ത് എത്തി പേപ്പർ നിങ്ങൾക്ക് തരണം എന്നാണ് വ്യവസ്ഥ. അപ്പൊ അല്ലാതെ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പരാതിപ്പെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇരിക്കുന്നിടത്തേക്ക് പോകേണ്ടതില്ല. നിങ്ങളെടുത്ത് ഒരു സെക്കൻഡ് പോലും നിങ്ങൾ കൈവക്കിയാലല്ലേ എഴുന്നേറ്റുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പേപ്പർ അവിടെ എത്തിക്കണം. കാരണം ഇത് പരീക്ഷയാണ്. ആ അപ്പോൾ അല്ലെങ്കിൽ അവിടെ ഒരു മിനിറ്റ് നഷ്ടപ്പെടുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നഷ്ടം തന്നെയാണ്. അതാണ് അഡീഷണൽ ഷീറ്റ് വാങ്ങുമ്പോൾ ഉള്ള കാര്യങ്ങളെ പറ്റി പറയാനുള്ളത്. ഇനി ഈ അഡീഷണൽ ഷീറ്റിൽ നമ്മൾ ഈ രജിസ്റ്റർ നമ്പർ എഴുതണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, എവിടെങ്കിലും ഒരു പേപ്പർ കീറിപ്പോയി കഴിഞ്ഞാൽ, കീറി അല്ലെങ്കിൽ കെട്ടിയതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോയാൽ രജിസ്റ്റർ നമ്പർ നോക്കി അത് നിങ്ങളുടെ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എല്ലാ അഡീഷൻ ഷീറ്റുകളിലും നമ്മൾ ഈ രജിസ്റ്റർ നമ്പർ എഴുതണം എന്ന് പറയുന്നത്. പിന്നെ അതിൽ പ്രശ്നമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫാൾസ് നമ്പർ ഇട്ടിട്ടല്ല വാല്യുവേഷൻ. വാല്യുവേഷൻ ഇതേപോലെ തന്നെയാണ് വാല്യുവേഷനിലേക്ക് പോകുന്നത്. അല്ലാതെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വെട്ടിമാറ്റി അവിടെ വേറൊരു നമ്പർ കൊടുത്തിട്ടുള്ള രീതിയൊന്നും അല്ല ഈ SSLC പരീക്ഷ പേപ്പർ നോക്കുന്ന കാര്യത്തിൽ. ഇനി രണ്ടാമത്തെ കാര്യം, ഈ രജിസ്റ്റർ നമ്പർ എഴുതുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഷീറ്റിന്റെ വലതുമൂലയിൽ ഒന്നുകിൽ പേജ് നമ്പർ അല്ലെങ്കിൽ ഷീറ്റ് നമ്പർ ഇടുക. എനിക്ക് തോന്നുന്നു ഷീറ്റ് നമ്പറാണ് കുറച്ചുകൂടെ സൗകര്യം. ഷീറ്റ് നമ്പർ നിങ്ങൾ ഈ മെയിൻ ബുക്ക് കഴിഞ്ഞാൽ കിട്ടുന്ന ഷീറ്റിന്റെ മുകളിൽ ഒന്നെന്ന് എഴുതാം. തുടങ്ങുന്നിടത്ത് വലതു മൂലയിൽ ഒന്നെന്ന് എഴുതിയാൽ 1, 2, 3, ഇപ്പൊ 4 ഷീറ്റാണ് നിങ്ങൾ ഉപയോഗിച്ചെങ്കിൽ 1, 2, 3, 4 എന്ന് ഉണ്ടാവും. ആ ക്രമത്തിൽ നിങ്ങൾക്ക് വെച്ച് കിട്ടിയാൽ മതി. അപ്പൊ നമുക്ക് ഈ ഷീറ്റ് നമ്പർ ഇടുന്നത് എന്താന്ന് വെച്ചാൽ, പേജ് നമ്പർ ഇടുമ്പോൾ കുറച്ചുകൂടി കൺഫ്യൂഷൻ കൂടും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ പേജ് നമ്പർ ഇടണ്ട, പകരം ഷീറ്റ് നമ്പർ ഇടുക. അഡീഷൻ ഷീറ്റിന്റെ നമ്പർ, മെയിൻ ഷീറ്റിന്റെ നമ്പർ ഇടാതെ അഡീഷൻ ഷീറ്റിന് മാത്രം നമ്പർ ഇടുക. മേലെ വലതു മൂലയിൽ അതിനൊന്നും ഒരു കുഴപ്പമില്ല, അതൊക്കെ നിയമപരം തന്നെയാണ്. 1, 2, 3, 4 ഷീറ്റ്. അങ്ങനെയാണെങ്കിൽ ആ ഷീറ്റിന് നമ്പർ ഇടുക. അവസാനം കെട്ടുമ്പോൾ, നൂലിട്ട് കെട്ടുമ്പോൾ അത് സൗകര്യപ്രദമായിരിക്കും. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് ഷീറ്റ് നമ്പർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവസാനം ഡിറ്റാച്ച് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ രണ്ടാമത്തെ പിന്നെ ഷീറ്റ് മൂന്നാമതായി പോവുകയോ ഒന്നുമില്ല. ഇപ്പൊ ക്രമത്തിൽ പേപ്പർ നോക്കുന്നവർക്ക് അത് സൗകര്യമാണ്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് ഞാൻ പോവാണ്. അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്രമമായിട്ട് ഉത്തരങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കുക. അത് ഈ പ്രത്യേകിച്ച് നല്ല മാർക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, A+ കിട്ടാൻ ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ തന്നെ ക്രമമായിട്ട് ഉത്തരങ്ങൾ എഴുതാൻ സാധിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു കുട്ടിയെ സംബന്ധിച്ച്, കുട്ടിക്ക് വളരെ എളുപ്പമുള്ള ഒരു ഉത്തരമാണ് കിട്ടിയ. നോക്കുമ്പോൾ ചോദ്യം വായിച്ചപ്പോൾ അത് 12ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഏറ്റവും എളുപ്പം. കുട്ടി എന്ത് ചെയ്തു? ആദ്യം 12ാമത്തെ ചോദ്യം എഴുതി, ഉത്തരം എഴുതി. അതിനുശേഷം കുട്ടി 2 എഴുതി, പിന്നെ 13 എഴുതി, പിന്നെ 1ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എഴുതി. ഇത് ഒഴിവാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഡിസോർഡർ നമ്പറിൽ പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെപ്പറ്റി ഒരു ശരാശരി കുട്ടിയാണ് എന്ന ഒരു ധാരണയായിരിക്കും നോക്കുന്നയാൾക്ക് ഉണ്ടാവുക, പേപ്പർ നോക്കുന്ന അധ്യാപകൻ ഉണ്ടാവുക. കാരണം അവിടെ തന്നെ ഒരു ഡിസോർഡർ ഫീൽ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ കഴിവതും ക്രമമായിട്ട് ഒന്നിൽ തന്നെ തുടങ്ങുക. എന്നാൽ നിങ്ങൾക്ക് ചോദ്യം നമ്പർ 5, ഒരു ഉദാഹരണം, 5ാമത്തെ ചോദ്യത്തിന്റെ നമ്പർ ഉത്തരം നിങ്ങൾക്ക് ഒരു സംശയമുണ്ട്, വളരെ നന്നായിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല, അറിയുന്നില്ല. ആ 5 മാത്രം നിങ്ങൾക്ക് അവസാനം എല്ലാം എഴുതി കഴിഞ്ഞ അവസാനം 5 എന്ന് ചോദ്യ നമ്പർ ഇട്ടിട്ട് ഉത്തരം എഴുതാം, കുഴപ്പമില്ല. എല്ലാം ഡിസോർഡർ ആയിട്ട് ആകെ കുലുക്കി കുത്തുമ്പോഴുള്ള ഒരു പ്രശ്നമുണ്ട്. അത് വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പരമാവധി ക്രമത്തിൽ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ചില കുട്ടികൾക്ക്, അടുത്ത പോയിന്റിലേക്കാണ്, ചില കുട്ടികൾക്ക് കാണുന്ന ഒരു വിഷയം എന്താന്ന് വെച്ചാൽ, കുട്ടികള് ഈ ഉത്തരങ്ങളുടെ അടിയിൽ പേന അല്ലെങ്കിൽ പെൻസിൽ വെച്ചിട്ട് വരയ്ക്കാറുണ്ട്. അത് പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്നുള്ള രീതിയിലാണ് വരയ്ക്കുക. അപ്പോൾ അങ്ങനെ വരയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പേന വെച്ചിട്ടോ പെൻസിൽ വെച്ചിട്ടോ കുട്ടികൾക്ക് ആൻസേഴ്സിന്റെ അടിയിൽ വരയ്ക്കാം.
പക്ഷെ അത് ഈ വരയ്ക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പരീക്ഷ എല്ലാം എഴുതി കഴിഞ്ഞു നേരം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലാതെ നേരമില്ലാതെ നമ്മൾ ഇത് വരയ്ക്കാൻ വേണ്ടി സമയം കളയണ്ട. നമ്മള് പിന്നെ നോക്കുന്ന ആൾ എപ്പോഴും നോക്കുന്നത് ഈ പേപ്പർ നോക്കുന്ന അധ്യാപകൻ എപ്പോഴും നോക്കുന്നത് ഇപ്പോൾ അതിന് വാല്യൂ പോയിന്റ്സ് ഉണ്ടാവും. ആ വാല്യൂ പോയിന്റ്സ് ഇപ്പൊ 2 മാർക്കിന്റെ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിന് 2 പോയിന്റ് ഉണ്ടാവും. ആ 2 പോയിന്റ് എവിടെങ്കിലും ഉണ്ടോ എന്നാണ് ഈ അധ്യാപകൻ നോക്കുക. അല്ല, നിങ്ങൾ ഒരു പാരഗ്രാഫ് മുഴുവൻ വാരി വലിച്ചെഴുതിയാലും ആ 2 പോയിന്റ് എവിടെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മാർക്ക് കിട്ടും. അപ്പോ അത്തരത്തിൽ ചെയ്യുമ്പോൾ അടിയിൽ വരയ്ക്കുന്നതൊക്കെ കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷെ അടിയിൽ വരയ്ക്കുന്നതിന് പ്രത്യേക മാർക്കില്ല എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കണം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പരീക്ഷ എല്ലാം എഴുതി കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പരീക്ഷാ സമയത്ത് സംഭവിക്കുന്ന മറ്റൊരു കാര്യം, നമുക്ക് ഓപ്ഷനുള്ള ചോദ്യങ്ങളുണ്ട്. എ ബി 2 ചോദ്യങ്ങൾ ഓപ്ഷൻ ഏതെങ്കിലും ഒരെണ്ണം എഴുതാം എന്ന് പറയുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടും അറ്റൻഡ് ചെയ്യാം. ഇപ്പൊ എ ചോദ്യവും ബി ചോദ്യവും ആയിരിക്കും ഉണ്ടാവുക. എ ചോദ്യത്തില് 1, 2, 3 ചോദ്യങ്ങൾ വേറെ ഉപചോദ്യങ്ങൾ ഉണ്ടാവും. ബിയിലും ഉണ്ടാവും 3 ഉപചോദ്യങ്ങൾ. അപ്പൊ ഈ എയും നിങ്ങൾക്ക് അറിയാം, എ എഴുതുമ്പോൾ ഒരു സംശയമുണ്ട്, ബി എഴുതുമ്പോഴും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എയും ബിയും എഴുതാം. അങ്ങനെ എഴുതിയാൽ ഏതാണോ കൂടുതൽ മാർക്ക്, ഇപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോ എക്ക് 2 മാർക്കും ബിക്ക് 3 മാർക്കാ കിട്ടിയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബി ചോദ്യം എടുക്കും. അത് 3 മാർക്ക് കിട്ടിയ ഉത്തരമാണ് പരിഗണിക്കുക. എയും ബിയും കൂടെ കൂട്ടി തരില്ല. ഏതാണോ അതായത് ഓപ്ഷനുള്ള ചോദ്യങ്ങൾക്കാണ് ഞാൻ ഈ പറഞ്ഞത്. എന്നാൽ കുട്ടികൾക്ക് ധാരണ വേണ്ട, എയിലെ 2-മത്തെ ഉപചോദ്യം അറിയില്ല, ബിയിലെ 2-മത്തെ ഉപചോദ്യം അറിയാം. ബിയും എയും കൂടി കൂട്ടിക്കലർത്തി നമുക്ക് മാർക്കിട്ട് തരില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടും എഴുതാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഏറ്റവും കൂടിയ മാർക്ക് ആക്സെപ്റ്റ് ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ നന്നായിട്ട് അറിയും, ഇതിൽ എയോ ബിയോ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഒരെണ്ണം എ അറിയാം, നന്നായിട്ട് എല്ലാത്തിൻ്റെ അറിയാമെങ്കിൽ പിന്നെ നിങ്ങൾ ബിയിലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല. അതും ശ്രദ്ധിക്കുക. വെറുതെ ഓരോ ചോദ്യങ്ങൾ ആവശ്യമില്ലാതെ ഓപ്ഷൻ ചോദ്യങ്ങൾ ആവശ്യമില്ലാത്തതാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്തിട്ട് സമയം കളയേണ്ടതില്ല. ഇതെല്ലാം എഴുതി കഴിഞ്ഞ് നിങ്ങൾക്ക് തോന്നുകയാണ് ഓപ്ഷനും കൂടി അങ്ങോട്ട് എഴുതി കളയാമെന്ന് തോന്നിയാൽ ആ സമയത്ത് എഴുതാം. എല്ലാ സമയവും നമുക്ക് പരീക്ഷയുടെ ഉത്തരങ്ങളെല്ലാം എഴുതി കഴിഞ്ഞ് ബാക്കി സമയം ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. അല്ലാത്ത ഒരു സ്ഥിതിയിൽ അതിലേക്ക് തിരിയണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റെപ്പ് ചില സിമ്പിൾ അരിത്തമെറ്റിക് പ്രോബ്ലംസ് ഉണ്ടാവും ചിലപ്പോൾ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ഒക്കെ. അപ്പോൾ സിമ്പിൾ അരിത്തമാറ്റിക് പ്രോബ്ലംസ്, അതായത് ചെറിയ കൊച്ചു കണക്കുകൾ, ആ കണക്കുകൾ എന്ന് പറയുന്നത് നമുക്ക് അവസാനം ചിലപ്പോൾ ഒരു ഉത്തരം 12 അല്ലെ 8 ഒക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ അങ്ങനെ ചില കുട്ടികൾ എന്ത് ചെയ്യും, ആദ്യം അതിൻ്റെ സ്റ്റെപ്പൊക്കെ എഴുതി ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 8 ആണ് ഉത്തരം എന്ന് വിചാരിക്കുക. ആ ചോദ്യത്തിൻ്റെ ഉത്തരം 8 ആണ്. അപ്പോൾ കുട്ടി 2-3 സ്റ്റെപ്പൊക്കെ എഴുതി. കുട്ടിക്ക് 8 എന്നുള്ള ഉത്തരം തെറ്റിപ്പോയി. കുട്ടി ചെയ്തു വന്നപ്പോൾ 6 ആണ് കിട്ടിയത്. എന്നാൽ വേറൊരു കുട്ടി സ്റ്റെപ്പൊന്നും എഴുതാൻ നിന്നില്ല, അത് മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് 8 എന്നെഴുതി. ആർക്കാ മാർക്ക് കിട്ടുക? മനസ്സിൽ കണക്ക് കൂട്ടി 8 എന്നെഴുതിയ കുട്ടിക്കാ മാർക്ക് കിട്ടുക. സ്റ്റെപ്പിന് ചിലപ്പോൾ മാർക്കേ തരണമെന്നില്ല. ഉത്തരം തെറ്റിപ്പോയി, സ്റ്റെപ്പ് ശരിയാണ്, പക്ഷെ സ്റ്റെപ്പിന് ചിലപ്പോൾ അരമാർക്ക് തന്നാലായി, അല്ലെങ്കിൽ മാർക്ക് തരാതെയും ഇരിക്കാം. ഉത്തരത്തിനാണ് മാർക്ക്. അപ്പൊ സ്റ്റെപ്പുകൾ വേണമെന്നില്ല ഉത്തരം കറക്റ്റ് ആണെങ്കിൽ. ഒരു കാര്യം അതാണ്. ഇനി വേറൊരു കുട്ടി ഈ 8 എന്ന് പറയുന്ന, അവന് പിന്നെ സ്റ്റെപ്പും അറിയില്ല ഉത്തരവും അറിയില്ല. ആ കുട്ടി വേറൊരു കുട്ടിയുടെ അടുത്തുനിന്ന് നോക്കുമ്പോൾ അവന്റെ ഉത്തരം കണ്ടു 8 എന്ന്. ആ കുട്ടിയും ഇവിടെ 8 എന്ന് എഴുതി വെച്ചാൽ അവനും ഫുൾ മാർക്ക് കിട്ടും. കാരണം ഉത്തര പേപ്പർ നോക്കുന്ന അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഉത്തരമാണ് പ്രധാനം. ആ ഉത്തരം കറക്റ്റ് ആണെങ്കിൽ ആ കുട്ടിക്ക് ഫുൾ മാർക്ക് കൊടുക്കും എന്നാണ് പറയാനുള്ളത്. പല കുട്ടികളും പല റേഞ്ചിലാണ്. ചില കുട്ടികൾക്ക് ചോദ്യം കാണുമ്പോൾ തന്നെ അത് ഉത്തരം ഒറ്റയടിക്ക് പറയാൻ പറ്റും, ഒരു സ്റ്റെപ്പും വേണ്ട. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളും ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പുകൾ എഴുതി നിങ്ങൾ ബുദ്ധിമുട്ടണമെന്നില്ല, സ്റ്റെപ്പ് എഴുതിയോണ്ട് കുഴപ്പമില്ല. ഉത്തരം കറക്റ്റ് ആകാൻ ശ്രദ്ധിക്കണം എന്നാണ്
പറയാനുള്ളത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ചില ചോദ്യങ്ങൾക്ക് നന്നായിട്ട് അറിയില്ല, ഉത്തരം നന്നായിട്ട് അറിയില്ല. എന്നാലും അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ചോദ്യത്തിന്റെ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു പാരഗ്രാഫ് അങ്ങോട്ട് എഴുതുക. അതിനകത്ത് എന്തെങ്കിലും ഒരു പോയിന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടും. അപ്പോ നമ്മൾ ഓർമ്മിക്കുക, എഴുതാതിരിക്കുന്ന ചോദ്യത്തിന് അധ്യാപകന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു അരമാർക്ക് പോലും അല്ലെങ്കിൽ ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് തരാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരു ചോദ്യത്തിന്റെ ഉത്തരം അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിയുന്ന കാര്യങ്ങളെല്ലാം കൂടി വെച്ചിട്ട് അത് വിശദീകരിച്ച് ഉത്തരം എഴുതേണ്ടതാണെങ്കിലാണ് ഞാൻ പറഞ്ഞത്, ഒരു ഉത്തരം എഴുതാം. ഒറ്റവാക്കിൽ ഉത്തരം എഴുതേണ്ടതിന് പിന്നെ ഒന്നുമില്ല, എന്തെങ്കിലും എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഒറ്റയടിക്ക് തെറ്റിടും. രണ്ടുത്തരേ ഉള്ളൂ അതിന്, ഒന്നുകിൽ തെറ്റ് അല്ലെങ്കിൽ ശരി. എന്നാൽ വിശദീകരിച്ച് എഴുതേണ്ട രണ്ടോ മൂന്നോ നാലോ വാചകങ്ങളിൽ എഴുതേണ്ട ചോദ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള സമീപനം നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇനി അപ്പൊ അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊന്ന്, പരീക്ഷാ സമയം കഴിഞ്ഞ് ലോങ് ബെൽ അടിച്ചതിന് ശേഷം മാത്രം കിട്ടിയാൽ മതി. അതാണ് പുതിയ നിയമം. അതിലെല്ലാവർക്കും അറിയായിരിക്കും. ലോങ് ബെൽ അടിച്ചതിന് ശേഷം മാത്രം കുട്ടികൾ പിന്നെ പേപ്പർ നൂല് വെച്ച് കെട്ടാൻ തുടങ്ങിയാൽ മതി. ക്രമമായി അടുക്കി വെക്കുക, അതിനുശേഷം കെട്ടുക. ഇപ്പോ നമുക്ക് തന്നിരിക്കുന്ന മുഴുവൻ സമയവും എഴുതാനുള്ളതാണ്. ഇപ്പോ കെട്ടുന്നതും ഇപ്പൊ വാണിംഗ് ബെൽ അടിച്ചാൽ, ഇപ്പൊ 5 മിനിറ്റ് മുൻപേ വാണിംഗ് ബെൽ അടിച്ചാൽ പോലും നമ്മൾ ഇനി 5 മിനിറ്റ് ഉണ്ടെന്ന് ധരിക്കാം, അങ്ങനെ മാത്രം സ്വീകരിച്ചാൽ മതി. അല്ലാതെ കെട്ടലൊക്കെ അവസാനം മതി. ഇനി അത്തരത്തിലല്ലാതെ ഏതെങ്കിലും അധ്യാപകരെ നിങ്ങളെ നിർബന്ധിച്ച് കെട്ടിക്കുകയോ, അല്ലെങ്കിൽ അധ്യാപകന്റെ തിരക്കൊന്നും ഇവിടെ പ്രശ്നമല്ല. നിങ്ങളാണ് പ്രധാനപ്പെട്ട ആൾ. ഈ പരീക്ഷ, SLC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷാർത്ഥി എന്ന് പറയുന്ന നിങ്ങളാണ് പ്രധാനപ്പെട്ട വ്യക്തി. ആ വ്യക്തിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവരുത്. അതാണ് പരീക്ഷാ റൂള്. അപ്പോൾ ഏതെങ്കിലും അധ്യാപകർ നിങ്ങളെ നിർബന്ധിച്ച് കെട്ടിക്കോ, പരീക്ഷ തീരുന്നതിന് മുമ്പ് നിർബന്ധിച്ച് കെട്ടിക്കോ, അത്തരം സമീപനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഹെഡ് മാസ്റ്ററോട് പരാതിപ്പെടണം. അങ്ങനെയില്ല. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ പേപ്പർ കിട്ടണ്ട, നിങ്ങൾ കൊടുക്കുകയും വേണ്ട. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള ഒരു സമീപനമൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഇനി പ്രധാനമായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ വർഷവും പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സിയും ടിയും കൂടി കൂട്ടിയ മാർക്ക് 30% മതി എന്നുള്ളതാണ് സത്യം. നമ്മൾ അങ്ങനെയുള്ള ഒരു പരീക്ഷയുടെ അവസാന പരീക്ഷ എന്നാണ് നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് പറയുന്നത്. എന്നാൽ പോലും ഒരു ചെറിയ പ്രശ്നം ഈ പാറ്റേൺ മാറിയത് കൊണ്ട് ഉണ്ടായേക്കാം ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ പാറ്റേൺ മാറിയുകൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ പോലും അത് എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. അത് ഒരു കുട്ടിയോ 2 കുട്ടികളെയോ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു പ്രശ്നത്തെ നിസ്സാരമാക്കി കണ്ട് പഠിച്ച് പരീക്ഷ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കാവുന്നതാണ്. അപ്പൊ ടി ശതമാനം 30% ഈ വർഷവും കൂടി മതി. അടുത്ത കൊല്ലം മാറുമെന്നാണ് പറയുന്നത്. അടുത്ത കൊല്ലം പറയുന്നത് സിയുടെ മാർക്ക് ടി എഴുത്ത് പരീക്ഷയിൽ 30% വേണം എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം ഈ വർഷം കൂടി ഉള്ള സ്ഥിതിക്ക് നിങ്ങൾ ഓർമ്മിക്കുക, ഈ പാസ്സാകാൻ, ചെറിയ വിഷയങ്ങൾക്ക് പാസ്സാകാൻ, അതായത് മലയാളം, അറബിക്ക്, മലയാളം സെക്കൻഡ്, ഹിന്ദി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിങ്ങനെ 6 വിഷയങ്ങൾക്ക് പാസ്സാകാൻ വേണ്ടിയിട്ട് എഴുത്തു പരീക്ഷയ്ക്ക് 5 മാർക്ക് മതി. 40-ൽ 5 മാർക്ക് കിട്ടിയാൽ കുട്ടി പാസ്സായി. നിങ്ങൾ ഓർമ്മിക്കുക, അങ്ങനെ തട്ടിമുട്ടി പാസ്സാകാൻ വിചാരിച്ചു നിൽക്കുന്നവരെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഓൾറെഡി കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും ചെറിയ വിഷയങ്ങൾക്ക് 10ഉം വലിയ വിഷയങ്ങൾക്ക് 20ഉം മാർക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. മാർക്കായിട്ട് കേരളത്തിലെ ഒരു കുട്ടിക്ക് പോലും ഈ ചെറിയ വിഷയങ്ങൾക്ക് 10 മാർക്കിൽ കുറവ് കിട്ടിയിട്ടില്ല. ഒരു കുട്ടിക്ക് പോലും വലിയ വിഷയങ്ങൾക്ക് 20ൽ കുറവും കിട്ടിയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും 20ഉം 10ഉം, അതായത് സിക്ക് എല്ലാ കുട്ടികൾക്കും, കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും, കേരളത്തിലെ 4 ലക്ഷത്തി ചില്ലറ കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. ആ കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ സിക്ക് മുഴുവൻ മാർക്കും ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്
എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി പാസ്സാകാൻ വേണ്ടിയിട്ട് ഈ കുട്ടികൾക്കൊക്കെ തന്നെ മിനിമം 5 മാർക്ക് എഴുതിയെടുത്താൽ മതി. ഈ 5 മാർക്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് 4.5 ആയാലും കുഴപ്പമില്ല. 4.5 റൗണ്ട് ചെയ്തിട്ട് 5 മാർക്കായിട്ട് അത് പരിഗണിക്കും. ഇനി അങ്ങനെയുമല്ല 4 മാർക്കേ കിട്ടിയുള്ളൂ എങ്കിൽ പോലും ആ നോക്കുന്ന അധ്യാപകൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും 1/2 മാർക്ക് തന്ന് അത് 4.5 ആക്കി 4.5 റൗണ്ട് ചെയ്ത് 5 ആക്കി നിങ്ങളെ പാസ്സാക്കും. ആ രീതിയിലാണ് വാല്യുവേഷൻ, ആ രീതിയിലാണ് മൂല്യനിർണ്ണയം നടത്തുന്നത്. മൂല്യനിർണ്ണയം നടക്കുമ്പോഴൊക്കെ കുട്ടികൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കുട്ടികളെ പറ്റി ചിന്തിച്ചിട്ടാണ് ഇപ്പം ഇത് പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെയാണല്ലോ പേപ്പർ നോക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ കുട്ടികളുടെ ഭാഗത്ത് നിന്നിട്ടാണ് അധ്യാപകർ ചിന്തിക്കുക. അപ്പൊ കുട്ടികൾക്ക് അനുകൂലമായിട്ടാണ് മാർക്കുകൾ കൊടുക്കുക എന്ന കാര്യവും നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ തട്ടിമുട്ടി പാസ്സാകാൻ മാത്രം ഒരു സംശയിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മിനിമം 5 മാർക്ക് മതി. അത് 4.5 ആയാലും മതി. ഇനി 4 കിട്ടിയാൽ പോലും നോക്കുന്നവരെ അര കൂട്ടിയിട്ട് 4.5 ആക്കി അത് റൗണ്ട് ചെയ്ത് 5 ആക്കി കുട്ടികളെ പാസ്സാക്കും. എന്നാൽ വലിയ വിഷയങ്ങൾ, അതായത് ഇംഗ്ലീഷ്, SS, മാത്സ് പോലെയുള്ള വിഷയങ്ങളിൽ നമുക്കറിയാം 20 മാർക്ക് ഓൾറെഡി C കിട്ടിയിട്ടുണ്ട്. അതിലാകെ D+ അല്ലെങ്കിൽ പാസ്സാകണമെങ്കിൽ 30 മാർക്ക് വേണം. ചെറിയ വിഷയങ്ങൾക്ക് ആകെ വേണ്ടത് 15 മാർക്കാണ്. 50-ൽ 15 വേണ്ടത്. അതാണ് D+. അപ്പൊ 10 ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. 5 കൂടി എഴുതിയെടുത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ 5 കിട്ടിയില്ല, കിട്ടാത്തവരെ സംബന്ധിച്ച് 4.5 കിട്ടിയാലും മതി. ഈ 4 കിട്ടിയാലും കൊടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ വലിയ വിഷയങ്ങൾക്ക് 30 മാർക്ക് വേണം ആകെ. അതിൽ 20 C കിട്ടിക്കഴിഞ്ഞു. ഇനി എഴുത്ത് പരീക്ഷയിൽ എത്ര വേണം? 10 മാർക്ക് മതി. ആ 10 മാർക്ക് 9.5 കിട്ടിയാലും റൗണ്ട് ചെയ്ത് 10 ആക്കും. ഇനി 9 കിട്ടിയാലും അതിലൊരര കൊടുത്ത് അവരെ 9.5 ആക്കി റൗണ്ട് ചെയ്ത് 10 ആക്കി പാസ്സാക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് പാസ്സാക്കാൻ വേണ്ടി പാസ്സാക്കുന്നതല്ല ശരിക്കും. ഓരോ അധ്യാപകർക്കും കുട്ടികളെ പറ്റി കുട്ടികളെ 1 വർഷം 10 വർഷമായിട്ട് പഠിപ്പിച്ചു വരുന്ന അധ്യാപകരാണ്. അപ്പോൾ അവരുടെ മനസ്സ് എപ്പോഴും കുട്ടികളുടെ ഭാഗത്തായിരിക്കും. അങ്ങനെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു 9 കിട്ടിയ ഒരു കുട്ടിക്ക് അരമാർക്ക് എവിടെയെങ്കിലും കൊടുക്കാതിരിക്കാനാവില്ല, കൊടുത്തു പോവും. അങ്ങനെ പാസ്സാക്കി എടുക്കും. ഇതാണ് അതിൻ്റെ ഒരു ശരിയായ ചിത്രം. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെ തട്ടിമുട്ടി പാസ്സാകാൻ ഉദ്ദേശിക്കുന്നവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കഴിവതും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. ഉത്തരം എഴുതുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒന്നോ ഒക്കെ നമുക്ക് കിട്ടി ഈ ടാർഗറ്റിലേക്ക് നമ്മൾ എത്തും. നിങ്ങൾക്ക് അറിയുന്ന 2-3 ചോദ്യത്തിന്റെ ഉത്തരം മാത്രമേ ഉള്ളൂ എങ്കിൽ, നന്നായിട്ട് അറിയുന്നതേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ആ 3 എഴുതി വെച്ചാൽ അത് മാത്രമേ കിട്ടുള്ളൂ. വെള്ള പേപ്പറിൽ ഒന്നും എഴുതാത്ത ഭാഗത്ത് ഒരധ്യാപകനും 1 മാർക്കും കൊടുക്കാൻ കഴിയില്ല എന്ന കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന്റെ ഉത്തരം വ്യക്തമായി അറിയില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും. ആ കാര്യങ്ങൾ വിശദീകരിച്ച് അങ്ങോട്ട് എഴുതി വെക്കുക. അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ 1 മാർക്ക് കിട്ടും. അത്തരത്തിൽ പല ചോദ്യങ്ങളിൽ ഓരോരോ മാർക്ക് കിട്ടുമ്പോൾ നിങ്ങൾ വളരെ എളുപ്പത്തിൽ D+ അല്ലെങ്കിൽ വിജയിക്കാനുള്ള മാർക്കിലേക്ക് നിങ്ങൾ എത്തും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി A+ കിട്ടി എന്നവരോടാണ് അടുത്തത്. A+ കിട്ടുക എന്ന് കിട്ടാൻ വേണ്ടി എല്ലാ വിഷയങ്ങളും A+ന് വേണ്ടി മാത്രം ശ്രമിക്കുന്ന കുട്ടികളോട് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ചെറിയ വിഷയങ്ങൾക്കാണെങ്കിൽ A+ന് എഴുത്തു പരീക്ഷയിൽ 40-ൽ 35 മതി. അപ്പം നമുക്ക് ഓൾറെഡി 10 കിട്ടിക്കഴിയാം. 10 കൂടെ ആകുമ്പോൾ ശരിക്കും ആകെ മാർക്ക് 50-ലാണ്. ആകെ മാർക്ക് 50-ലെ A+ എന്ന് പറയുന്നത് 45-ആണ്. 45-ൽ 10 മാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞതാണ്. ഇനി പോയിട്ട് എഴുത്തു പരീക്ഷയിൽ 35 കൂടി കിട്ടിയാൽ മതി. ഇനി 35 കിട്ടിയില്ല എങ്കിൽ 34.5 കിട്ടിയാലും അത് റൗണ്ട് ചെയ്ത് 35 ആവും. ഈ 34.5 കിട്ടിയില്ല, 34 ഒരു വിഷയത്തിന് കിട്ടിയുള്ളൂ, നിങ്ങൾ ഒട്ടും പേടിക്കണ്ട. അരമാർക്ക് അധ്യാപകർ എവിടെയെങ്കിലും തന്ന് നിങ്ങൾക്ക് അത് 34.5 ആക്കി ആ 34 റൗണ്ട് ചെയ്ത് 35 ആക്കും. അതിൻ്റെ പുറകോട്ടൊരു ഗ്യാരണ്ടി പറയാൻ എനിക്കാവില്ല. 34എങ്കിലും നിങ്ങൾക്ക് വാങ്ങാൻ കഴിഞ്ഞെങ്കിൽ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് അവിടെ കിട്ടി കടന്നു പോകും. A+ ആയിട്ട് തന്നെ പോകും. കാരണം അധ്യാപകർ നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുക. ഇനി വലിയ വിഷയങ്ങൾക്ക് A+, അതാണ് മറ്റു വിഷയം. വലിയ വിഷയങ്ങൾക്ക് നിങ്ങൾക്കറിയാം 20 മാർക്ക് ഓൾറെഡി C മാർക്ക് കിട്ടിക്കഴിഞ്ഞു.
ഇനി 70 മാർക്ക് എഴുത്തു പരീക്ഷയിൽ ഉണ്ടെങ്കിൽ, അതായത് 80-ൽ 70 ഉണ്ടെങ്കിൽ A+ ആയി. അത് നിങ്ങൾക്ക് 69.5 കിട്ടിയാലും റൗണ്ട് ചെയ്ത് 70 ആക്കും. അങ്ങനെ A+ ആവും. ഈ പൊതുവെ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ അതെ, വലിയ വിഷയങ്ങളായിട്ടുള്ള ഇംഗ്ലീഷ്, SS, മാത്തമാറ്റിക്സ്, ഈ 3 വിഷയങ്ങളും ഒരു 68 മാർക്ക് എങ്കിലും കിട്ടിയാൽ അവർ നിങ്ങളെ എങ്ങനെയെങ്കിലും ഒരു 1.5 മാർക്ക് കൂടി തന്ന് 69.5 ആക്കും. 69.5 റൗണ്ട് ചെയ്ത് 70 ആക്കും. ഇത് സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. 68 കൊടുത്ത് കിട്ടിയാലും 68 വരെ എത്തിയാലും നിങ്ങളെ ആ രീതിയിൽ 70-ലേക്ക് എത്തുന്ന ഒരു രീതി പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. കാരണം അവിടെ എന്താന്ന് പറഞ്ഞാൽ ഒരു സാങ്കേതികമായിട്ട് ഏതെങ്കിലും ഒരു സാഹചര്യവശാലായിരിക്കും ചിലപ്പോൾ ആ ഒരു കുട്ടിക്ക് 1-1.5 മാർക്കൊക്കെ കുറഞ്ഞു പോകുന്നത്. അത് നോക്കുന്ന അധ്യാപകർക്ക് അറിയാം. അവർ അതിന് നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് പിന്നെ ആ രീതിയിൽ A+ലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ നിങ്ങൾക്ക് ഇതൊന്നും അല്ലാതെ അവിടെ ഒരു ബൗണ്ടറിയിൽ നമുക്ക് ഗ്രേസ് മാർക്ക് ഉള്ള കുട്ടികളെ സംബന്ധിച്ച് ആ ഗ്രേസ് മാർക്കും നിങ്ങളെ ഈ A+ലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട്, നല്ല ഗ്രേഡിലേക്ക് എത്താൻ വേണ്ടി ഈ ഗ്രേസ് മാർക്കും നിങ്ങളെ സഹായിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഈ മൊത്തത്തിൽ പറയുമ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ള കാര്യങ്ങൾ. പരീക്ഷ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയും. നമ്മളിപ്പോൾ 5-ാം തീയതി തുടങ്ങി ഏകദേശം 30-ാം തീയതിയോട് കൂടിയാണ് ഈ SSLC പരീക്ഷ അവസാനിക്കുന്നത്. അപ്പോൾ ഓരോ പരീക്ഷ കഴിഞ്ഞിട്ടും 1-2 ദിവസമൊക്കെ നമുക്ക് ഹോളിഡേയ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ ഹോളിഡേയ്സും നിങ്ങൾ പരമാവധി ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഏതായാലും ഒരു മാസമല്ലേ, നമ്മൾ 10 കൊല്ലമായില്ലേ പഠിക്കുന്നത്. ഈ 10 കൊല്ലത്തിന് ശേഷം നടക്കുന്ന ഒരു പബ്ലിക് എക്സാം ആണല്ലോ ഇത്. ആദ്യമായിട്ട് ഒരു പബ്ലിക് എക്സാമിനെ നമ്മൾ ഫേസ് ചെയ്യാണ്. അപ്പോൾ 10 വർഷത്തെ അധ്വാനത്തിൻ്റെ ഒരു ഔട്ട്കമാണ് ശരിക്കും നമുക്ക് വരുന്നത്. അതുകൊണ്ട് ഒരു മാസത്തെ ഒരു കഷ്ടപ്പാട് നമ്മൾ മുഖവിലയ്ക്ക് എടുക്കണ്ട. എല്ലാം ഈ ഇടവേളകളിൽ നിങ്ങൾക്ക് 1-2 ദിവസം കിട്ടിക്കഴിഞ്ഞാൽ വരാനിരിക്കുന്ന വിഷയം എല്ലാം ഒരിക്കൽ കൂടി ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാനുള്ള കൃത്യമായ സമയമുണ്ട്. അത് നിങ്ങൾക്ക് പരീക്ഷ എഴുതുന്ന സമയത്ത് കൂടുതൽ ഫലപ്രദമായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യുക. കഴിവതും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. പേപ്പറുകൾ കിട്ടിയാൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം, ചോദ്യം തലതിരിച്ച് മറിച്ച് എഴുതി വെക്കാതിരിക്കുക. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പേപ്പറിൽ എഴുതുക. അങ്ങനെ പേപ്പറിൽ എഴുതി കഴിയുമ്പോൾ നോക്കുന്ന അധ്യാപകർ നിങ്ങൾക്ക് എന്തെങ്കിലും മാർക്കുകൾ തരും. ആ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയും. അങ്ങനെ എല്ലാ കുട്ടികൾക്കും മിനിമം D+ഉം A+ഉം ഒക്കെ കിട്ടും എന്ന കാര്യത്തിൽ തർക്കമില്ല. നല്ലൊരു പ്ലാനിങ്ങിൽ മനസ്സ് ശുദ്ധമായിട്ട് ടെൻഷൻ ഇല്ലാതെ പോയി പരീക്ഷ എഴുതുക. നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം ലാംഗ്വേജ് പരീക്ഷ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ കോൺഫിഡൻ്റ് ആവും. ഒരു തർക്കവും വേണ്ട. പിന്നെ ഇത് കഴിഞ്ഞ പരീക്ഷയെ ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കുക. ഒരു പരീക്ഷ കഴിഞ്ഞു, അത് കഴിഞ്ഞു, അടുത്തത് പഠിക്കാൻ നോക്കുക. എല്ലാ പരീക്ഷയും കഴിഞ്ഞിട്ട് വേണേൽ നമുക്ക് ടെൻഷൻ അടിക്കാൻ, കുഴപ്പമില്ല. അപ്പോൾ അല്ലാത്ത ഒരു ടെൻഷൻ വേണ്ട. നോക്കുമ്പോൾ ഒന്ന് എന്താവും എന്നൊരു ചിന്തയൊന്നും വേണ്ട. അധ്യാപകർ തന്നെയാണ് നോക്കുന്നത്. പിന്നെ ആ ജില്ലയിലുള്ള അധ്യാപകരായിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ജില്ലയിലുള്ള ഒരു അധ്യാപകനും ആയിരിക്കില്ല നിങ്ങളുടെ പേപ്പർ നോക്കുന്നത്. അത് മറ്റ് ജില്ലകളിലേക്ക് അയച്ചു കൊടുത്തിട്ടാണ് അവിടെ നിന്നാണ് നോക്കുന്നത്. അങ്ങനെയാണ് റിസൾട്ടൊക്കെ വരുന്നത്. എന്തു തന്നെയായാലും നിങ്ങൾക്ക് വളരെ നന്നായിട്ട് പരീക്ഷ എഴുതാൻ കഴിയും. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അർപ്പിക്കുകയാണ്. ഞാനിതൊക്കെ ഒരു ആധികാരികമായിട്ട് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ 10ാം ക്ലാസ്സിൻ്റെ SLC കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പിലെ ക്യാമ്പ് ഓഫീസറായിരുന്നു ഒരു 8 വർഷത്തോളം. അതുകൊണ്ടാണ് കൃത്യമായിട്ട് വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇനി അങ്ങോട്ട് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പിന്നെ വാല്യുവേഷൻ, റീവാല്യുവേഷൻ, +1 അഡ്മിഷൻ ഒക്കെ അത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കും. അപ്പോൾ ഇതുവരെ ഈ കേട്ട എന്നെ ശ്രദ്ധിച്ച എല്ലാ കുട്ടികൾക്കും നന്ദി, നമസ്കാരം. എല്ലാ വിജയാശംസകളും അർപ്പിക്കുകയാണ്. ഓക്കെ.